നമ്മുടെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മോറൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു സംഭവ കഥയുണ്ട്. ടെഡി എന്ന കോടീശ്വരപുത്രന്റെ അവിശ്വസനീയമായ കഥ. ടെഡി എന്ന 12 വയസ്സുകാരൻ ചുണക്കുട്ടി ഒരു വലിയ കോടീശ്വരന്റെ ഏകപുത്രനാണ്. പക്ഷേ ഒരു ദിവസം കൊള്ളക്കാർ അവനെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ടോ ഒരു വലിയ പെട്ടിക്കുള്ളിൽ വെച്ച് അടച്ചു. ജീവൻ നിലനിൽക്കാൻ കുറച്ച് വെള്ളം മാത്രം അവർ പെട്ടിയിൽ വെച്ചിരുന്നു. കൊള്ളക്കാർ എന്നിട്ട് ആ പെട്ടി കാട്ടിൽ കൊണ്ടുപോയിട്ട് മണ്ണിനടിയിൽ കുഴിച്ചു വിട്ടു. വായു കടക്കാനായിട്ട് ഒരു ട്യൂബ് ആ പെട്ടിയിലേക്ക് പിടിപ്പിച്ചിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവർ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഫോൺ ചെയ്തു. ടെഡി ഞങ്ങളുടെ കൈവശമുണ്ട്, $10 ലക്ഷം തന്നാൽ ഞങ്ങൾ കുട്ടിയെ വിട്ടുതരാം. മാതാപിതാക്കളെ വേഗം പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിനെ വിവരം അറിയിച്ചു. അവസാനം 11 ദിവസത്തെ തെരച്ചിലിന് ശേഷം അവർ പെട്ടി കണ്ടുപിടിച്ചു. അവനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും അവർക്കാർക്കും ഇല്ലായിരുന്നു. പക്ഷേ പെട്ടിക്കകത്ത് നിന്ന് ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ടെഡിയെ കണ്ട് എല്ലാവരും ഞെട്ടി. ടെഡി ഓക്കെ അല്ലേ എന്നറിയാൻ അവനെ ഡോക്ടേഴ്സിനെയും സൈക്യാട്രിസ്റ്റിനെയും ഒക്കെ കൊണ്ടുപോയി കാണിച്ചു. അവർ പറഞ്ഞു, നോക്കിയിട്ട് ഒരു പ്രശ്നവും കാണുന്നില്ല, മോനെ നിനക്ക് എങ്ങനെ ഇത്ര സമാധാനത്തോടെ സന്തോഷമായിട്ട് പെട്ടിക്കകത്തിരിക്കാൻ സാധിച്ചു? നീ ഞങ്ങൾക്കൊക്കെ ഒരു അത്ഭുതമാണല്ലോ. ടെഡിയുടെ മറുപടി ഇതായിരുന്നു, ശരിയാണ് ഡോക്ടർ, അവരെന്നെ തട്ടിക്കൊണ്ടുപോയി പെട്ടിയിൽ അടച്ചപ്പോൾ എനിക്ക് പേടിയും ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടായി. ആദ്യം ഞാൻ കുറേ അലറി കരഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് മമ്മി എന്നെ പഠിപ്പിച്ച ഒരു മെത്തേഡ് എൻ്റെ ഓർമ്മയിൽ വന്നു. പോസിറ്റീവ് തോട്ട്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നതിനെ കുറിച്ചായിരുന്നു അത്. മമ്മി പറയുമായിരുന്നു, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് തോട്ട്സ് മനസ്സിലൂടെ കടത്തിവിട്ടാൽ ജീവിതത്തിൽ മിറക്കിൾസ് നടക്കും എന്ന്. അതുകൊണ്ട് എനിക്കറിയാവുന്ന പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഐ ലവ് യു മമ്മി, ഐ ലവ് യു പപ്പ, ഐ ലവ് ഗോഡ്, ഐ ലവ് യു ടീച്ചേഴ്സ്, ഐ ലവ് മൈ ഫ്രണ്ട്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ മനസ്സിലേക്ക് നെഗറ്റീവ് തോട്ട്സ് കടക്കാൻ ഞാൻ അനുവദിച്ചില്ല. അവസാനം ആ കൊള്ളക്കാരെയും ഞാൻ അനുഭവിക്കുന്ന ലോൺലിനെസ്, ഏകാന്തത എല്ലാത്തിനെയും ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാനും എനിക്ക് കഴിഞ്ഞു. അത്രയായപ്പം എന്നിലൊരു പ്രത്യേക ശക്തി രൂപം കൊള്ളുന്നത് പോലെ എനിക്ക് തോന്നി. ആ പോസിറ്റീവ് ഫോഴ്സാണ് ഞാൻ ഭയന്ന് മരിച്ചു പോകാതിരിക്കാൻ എന്നെ സഹായിച്ചത്. സൈക്യാട്രിസ്റ്റ് അത്ഭുതത്തോടെ പറഞ്ഞു, ശരിയാണ് ഇവൻ പറഞ്ഞത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പം മനസ്സിൽ രൂപം കൊള്ളുന്ന ആ ശക്തിയെ നമ്മൾ സൈക്കിക് എനർജി എന്ന് പറയും. ഇതൊരു സംഭവ കഥയാണ്. എത്ര മനോഹരമായിട്ടാണ് തൻ്റെ മനസ്സിനെ പോസിറ്റീവ് തോട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇത്ര വലിയൊരു പ്രതിസന്ധിയെ ടെഡി നിഷ്പ്രയാസം തരണം ചെയ്തത് അല്ലേ? ഒരിക്കൽ ഒരു ഗ്രാമത്തിലൂടെ ഒരാൾ വളരെ ധൃതിയിൽ കുതിരപ്പുറത്ത് പോകുന്നത് കണ്ട് മറ്റൊരാൾ വിളിച്ച് ചോദിക്കും, എങ്ങോട്ടോ അത് തിരക്കിട്ട് പോണേ? ആ കുതിരപ്പുറത്തിരിക്കുന്ന ആളുടെ മറുപടി ഇതായിരുന്നു, എനിക്കറിയില്ല, കുതിരയോട് ചോദിക്കൂ. ഒരു പ്രശസ്ത സെൻ ഉപമയാണിത്. ആ കുതിര നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ്. നമ്മുടെ മനസ്സിനെ കയറൂരി വിട്ടാൽ അത് അതിന് ഇഷ്ടമുള്ളിടത്തോടൊക്കെ ഇങ്ങനെ അലിഞ്ഞു നടക്കും അല്ലേ? ചുറ്റും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നെഗറ്റിവിറ്റി മുഴുവൻ അബ്സോർബ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ ഒരു വലിയ മാലിന്യ കൂമ്പാരമാക്കും. മനസ്സാകുന്ന കുതിരയുടെ കടിഞ്ഞാൻ തിരിച്ചു പിടിച്ചാൽ നമ്മുടെ ജീവിതവും സന്തോഷവും ഒക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ സേഫ് ആയിരിക്കും. കുതിര അറിയണം, അഥവാ നമ്മുടെ മനസ്സറിയണം ആരാണ് അതിൻ്റെ ആക്ച്വൽ ഓണർ എന്ന്. നിങ്ങളാണ് ആ ബോസ്. അനാവശ്യ ചിന്തകൾക്ക് പിന്നാലെ മനസ്സ് പായുമ്പം ആ കടിഞ്ഞാണിൽ കയറി പിടിച്ചിട്ട് അതെ ഞാനാണ് കേട്ടോ ബോസ് എന്ന് പറയാൻ നമ്മൾ മറക്കരുത്. വിഷിംഗ് യു എ വെരി ബ്യൂട്ടിഫുൾ ലൈഫ്.